ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ. അപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര കാറ്റ്, മഴ ഇതൊക്കെ ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയെല്ലാം അങ്ങനെ ഈ ഭയങ്കരമായ മഴയും ഒക്കെയാണ്. അപ്പോൾ ഞാൻ കേരളത്തിലെ ന്യൂസൊക്കെ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിൽ അത് അങ്ങനെ കണ്ടപ്പോൾ ഓരോ ദിവസവും ഒരു സന്തോഷമുള്ള ന്യൂസൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? കുറേ ആൾക്കാരൊക്കെ കമൻ്റ് ആയിട്ട് വന്നിരുന്നവരൊന്നും ഇപ്പോൾ കാണാനില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ കമൻറ്റിൽ വന്ന് നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലിന് മുട്ടിന് ഭയങ്കര വേദന ആയ അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇടണമെന്ന് മനസ്സിലുണ്ട്. വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളത് മനസ്സിലുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനും ഒരു സുഖം ഉണ്ടെങ്കിലല്ലേ നമുക്കും ഹാപ്പി ആയിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. രാവിലെ കുളിയും കാര്യങ്ങളും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ജോലികളൊക്കെ ഒതുങ്ങി. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എന്നാൽ വീഡിയോ ഇടാമെന്ന് ഓർത്ത് വന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോ ദിവസത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വിഷമവും കാര്യങ്ങളും തോന്നാറുണ്ട്. ഓരോ ചതിയും വഞ്ചനയും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കൽ, ആക്സിഡൻറ്റുകൾ, വിമാനാപകടം, അങ്ങനെ ഓരോരോ എപ്പോൾ നോക്കിയാലും മനസ്സിന് സുഖമുള്ള ഒരു കാര്യങ്ങളും കാണാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം നാളെ എന്ത് ചെയ്യുക, വിശ്വസ്തതയായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. വിശ്വസ്തതയോടുകൂടി ജീവിക്കുക. വിശ്വസ്തത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക. ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക അറിഞ്ഞുകൊണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ദിനം വീട്ടിൽ ഈശ്വര ഭക്തിയായിട്ട് നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അമ്പലങ്ങളിലെല്ലാം പോയി എപ്പോഴും നമ്മുടെ മനസ്സിന് ചില സമയങ്ങളിൽ എപ്പോഴും സന്തോഷം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായെന്ന് വരില്ല. ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന മാതിരി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുക, പ്രാർത്ഥിക്കുക, വീട്ടിൽ വിളക്ക് വയ്ക്കുക, ശുദ്ധവൃത്തിയായിട്ട് പോവുക. എപ്പോഴും നമ്മളെ വീട്, പരിസരങ്ങൾ, എല്ലാം ശുദ്ധമായിട്ട് എന്ത് ചെയ്യുക, പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഓരോ ജോലി, ഇപ്പം വീട്ടു ജോലികൾ ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ തന്നെയാണെങ്കിലും കഴുകാനുള്ള തുണികൾ അങ്ങനെ അവിടെ കൂട്ടിയിടുക, ഇവിടെ കൂട്ടിയിടുക. ഇപ്പം മഴ സമയമാണല്ലോ. അപ്പോൾ നമുക്ക് തുണികളൊക്കെ അലക്കി കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഈ മഴക്കാലത്ത്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതാത് ദിവസത്തുള്ള ജോലികൾ എന്ത് ചെയ്യുക, അതാത് ദിവസം നമ്മൾ തീർത്ത് വയ്ക്കുക. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തീർക്കുക. എന്ന് വെച്ചാൽ ഒന്നും പിന്നത്തേക്ക് ഇടാതെ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്ത് അടുക്കി പിറക്കി, അടുക്കളയൊക്കെ ആണെങ്കിൽ നല്ലോണം തുടച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ ഈ മഴയുടെ ഇതായതുകൊണ്ട് നമ്മൾ തണുപ്പ് കയറി അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കി തൂത്ത് തുടച്ചൊക്കെ എന്ത് ചെയ്യുക, വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും ശുദ്ധരായിട്ടിരിക്കുക. അതോടുകൂടി ഭഗവാനോട് നല്ല മനസ്സിന് ഉടമകളായി തീരുക. വിശ്വസ്തതയോടുകൂടി ജീവിക്കുക. ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും എന്ത് ചെയ്യരുത്, പോകാതിരിക്കുക. നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭൂമിയിൽ എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു നിമിഷം നമ്മളുടെ ശ്വാസം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധയോടും വളരെ ഭയഭക്തിയോടും കൂടി എന്ത് ചെയ്യുക, ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അത്യാവശ്യം ഹാപ്പിയാണ്. കാലിൻ്റെ വേദനയിൽ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു. കുറേ ദിവസം ഞാൻ എന്ത് ചെയ്ത് വേദന സഹിച്ച് നിന്നു. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത്
പോയി അങ്ങനെ കണ്ട് പിന്നെ കാലൊക്കെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടൊന്നും കറക്റ്റ് എന്ത് വരാത്തത്. മനസ്സ് സന്തോഷമുള്ളപ്പോഴേ എനിക്കും വീഡിയോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തോന്നത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയത്തിറങ്ങി മഴ നനയാതെയും ഒക്കെ ശ്രദ്ധിച്ച് ജീവിക്കുക. പനിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുന്നു.